നിയോഗങ്ങൾ പ്രാപിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ, കൃപാവരങ്ങൾ ഏറ്റെടുത്തവരുണ്ട്. ആമേൻ. ആരോ പറഞ്ഞതിന്റെ പേരിൽ ദൈവമേൽപ്പിച്ച കൃപാവരങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളവരുണ്ട്. ഭയത്തിന്റെ പേരിൽ, നിരാശയുടെ പേരിൽ, സ്വത്രം അമ്മേൻ, കുറ്റം പറഞ്ഞതിന്റെ പേരിൽ, അല്ലെങ്കിൽ കളിയാക്കിയതിന്റെ പേരിൽ, തിരക്കുള്ള ലൈഫിന്റെ പേരിൽ പലതുമൊക്കെ മാറ്റിവെക്കുമ്പോൾ നിങ്ങളിൽ പകർന്നിട്ടുള്ളത് തണുത്തുറഞ്ഞു പോകാനല്ല, അത് പ്രവർത്തനത്തിന്റെ പഴയ അവസ്ഥയിലേക്ക്, ആദ്യ നാളുകളിലെ കാലത്തെ പോലെ ആദ്യ അനുഭവങ്ങളിലേക്ക് മടങ്ങി വരേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തിന്റെ മറ്റൊരു ഭാഗം ദൈവമക്കളുമായി സംസാരിക്കുവാനും ദൈവമേൽപ്പിച്ച വചനത്തിന്റെ പ്രകാശനങ്ങൾ പങ്കുവയ്ക്കുവാനും കർത്താവിൽ ഞാനും ആഗ്രഹിക്കുന്നു. 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കാം. തുടർന്നുള്ള ദൈവവചന ചിന്തകൾക്കായി 2 തിമോത്തിയോസ് 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് തന്റെ മരണത്തോടെ ഏറ്റവും അടുത്തിരിക്കുന്ന സമയം, സ്തോത്രം, തന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്ന സമയം, തന്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിനെ തന്നേക്കാൾ കരുത്തുള്ള ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് അണിയിച്ചൊരുക്കിക്കൊണ്ട് തന്നോട് പങ്കുവച്ച കർശനമായ വളരെ ഗൗരവമേറിയ പ്രബോധനങ്ങളുടെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് രാത്രിയിലെ ദൈവവചന ധ്യാനത്തിന് ആധാരമായി വായിച്ചത്. അതുകൊണ്ട് എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിലുള്ള ജ്വലനം, പരിശുദ്ധാത്മാവിൽ ജ്വലിക്കുക, അബ്ലേസ് ഇൻ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ ജ്വലിക്കുക എന്ന ഒരു ധ്യാനചിന്ത ഇന്നും കർത്താവിന്റെ ഒരു ഉദാമസ്യാൽ സമയം അനുവദിച്ചാൽ നാളെയും നമ്മൾ ഈ ഭാഗം സംസാരിച്ച് അവസാനിപ്പിക്കും. നമ്മൾ വായിച്ച വാക്യം അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞ വളരെ ഗൗരവമേറിയ ശാസന അടങ്ങുന്ന, മടങ്ങിവരവിന്റെ ശബ്ദമടങ്ങുന്ന വളരെ ഗൗരവമായ ഒരു വാക്യ ഭാഗമാണ്. തിമോത്തിയോസിനോട് താൻ പറഞ്ഞ ഈ വാക്ക്, ഞാൻ ഈ വാക്കിലേക്കോ ഈ വാക്യത്തിലേക്കോ വരും മുമ്പ് തിമോത്തിയോസിനെ ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് തുടങ്ങാം ഈ സന്ദേശം. ദൈവത്താൽ ബഹുമാനിക്കപ്പെടുക അല്ലെങ്കിൽ ദൈവത്തെ ബഹുമാനിക്കുക എന്നൊക്കെ തിമോത്തിയോസ് എന്ന പേരിന്റെ അർത്ഥം. AD 47 ബാലനായിരിക്കുന്ന തിമോത്തിയോസ് പൗലോസിന്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെടുന്നത്. AD 47 പൗലോസിന്റെ ഉറ്റ മിത്രമാണ്, പൗലോസിന്റെ ഉറ്റ മിത്രവും പ്രിയ ശിഷ്യനുമാണ്. ആമേൻ. വിശ്വസ്ത സ്നേഹിതനാണ്, ഉറ്റ മിത്രമാണ്, തന്റെ വിശ്വസ്ത സ്നേഹിതനാണ് തിമോത്തിയോസ്. ദൈവസഭകളോടുള്ള ബന്ധത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു ശിഷ്യനാണ് തിമോത്തിയോസ്. ദൈവസഭകളോടുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ, സുവിശേഷീകരണം സംബന്ധിച്ച്, കൃപാവരങ്ങൾ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കപ്പെടേണ്ടി വന്നവനാണ് തിമോത്തിയോസ്. മാത്രമല്ല സുവിശേഷത്തോട് അചഞ്ചലമായ കൂറുള്ളവനും തനിക്ക് ഏൽക്കപ്പെട്ട വിശേഷകരമായ ദൗത്യങ്ങളുമായി പോകുവാൻ സന്നദ്ധതയുള്ളവനുമായിരുന്നു തിമോത്തിയോസ്. തിമോത്തിയോസിനെ കുറിച്ചുള്ള ചരിത്രത്തിന്റെ എഴുത്തുകളാണ്. സ്തോത്രം. ആമേൻ. മാത്രമല്ല തിമോത്തിയോസിനെ കുറിച്ചുള്ള ചരിത്ര താളുകൾ എഴുതുമ്പോൾ തിമോത്തിയോസിനെ പരിചയപ്പെടുത്താൻ, ഈ താരതമ്യം ചെയ്യുവാൻ തീത്തോസിനെ മുൻപോട്ട് വെച്ച് എഴുത്തിന്റെ ഭാഗം ഞാൻ കണ്ടു. ഞാൻ അത് 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തുടരാം. ഈ വിഷയം സംബന്ധിച്ച് പഠിക്കുമ്പോൾ തീത്തോസിനെ കുറിച്ച് താരതമ്യം ചെയ്തുകൊണ്ടാണ് തിമോത്തിയോസിന്റെ സ്വഭാവ വിശേഷങ്ങൾ പറയുന്നത്. എന്താണ് തീത്തോസിന്റെ പ്രത്യേകത? തീത്തോസിന്റെ പ്രത്യേകത ഒരു നായക സ്വഭാവമുള്ളവനാണ്. തീത്തോസ് ഒരു നായക സ്വഭാവമുള്ളവനാണ്. എന്നാൽ തിമോത്തിയോസ് അങ്ങനല്ല. തിമോത്തിയോസ് അനുഗാമിയാണ്. അനുഗാമി, നായക സ്വഭാവമില്ല. തനിക്ക് എല്ലാവരുടെയും പുറകിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾ എല്ലാവരും ചെയ്യും, ഞാൻ കൂടുണ്ട്. നമ്മുടെ ഇടയിലും അങ്ങനെ ഉണ്ടല്ലോ. സ്തോത്രം. വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാലും നിങ്ങൾ നിന്നോ, ഞാൻ കൂടുണ്ട്, പുറകിലുണ്ട്. താനൊരു അനുഗാമിയാണ്. താൻ തീത്തോസ് സ്വയം ആജ്ഞ സ്വീകരിക്കുകയും സ്വയം മുന്നേറുവാൻ കഴിവുള്ളവനുമാണ്. തന്നെ ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. സ്വന്തമായി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി സ്വയം ആജ്ഞ സ്വീകരിക്കുകയും തനിക്ക് സ്വയമായി മുന്നേറുവാനും തനിക്ക് ആരുടെ സഹായം വേണ്ടതില്ല, തനിക്ക് കഴിവുണ്ടായിരുന്നു. എല്ലാറ്റിനും മുൻകൈ എടുക്കുന്ന ഒരു സ്വഭാവം പൗലോസിനെ പോലെ തീത്തോസിനുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും
മുൻകൈ എടുത്ത് നിൽക്കുന്ന ഒരു സ്വഭാവം. എന്നാൽ തീമോഥെയോസ് അങ്ങനല്ല. തീമോഥെയോസിന് തന്നെ കുറിച്ചുള്ള ചരിത്രത്തിലെ എഴുത്തുകൾ എഴുതി വെച്ചിരിക്കുന്ന വാക്ക് ഇതാണ്: പലപ്പോഴും തന്നെ ഒന്ന് ത്വരിതപ്പെടുത്താൻ, തന്നെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ, തന്നെ ഒന്ന് ഉത്സാഹപ്പെടുത്താൻ, പലപ്പോഴും തന്നെ ഒന്ന് ത്വരിതപ്പെടുത്താൻ ഒരു തോണ്ടൽ ആവശ്യമായിരുന്നു എന്നാണ് ചരിത്രത്തിന്റെ എഴുത്തുകൾ, ആ നാടൻ പ്രയോഗം തന്നെ എഴുതി വച്ചിരിക്കുന്നത്. ഒരു തോണ്ടൽ ആവശ്യമായിരുന്നു എന്ന് നമ്മുടെ ഇടയിലും ഉണ്ട് കേട്ടോ. ഒരു ചെറിയ തോണ്ടൽ ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ ഇടയിലും ഉണ്ട്. എല്ലാ സഭകളിലും ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലും ഉണ്ട്. ചിലർക്ക് തോണ്ടലൊന്നും പോരാ, തള്ളിയിട്ടാലും ചിലത് മുന്നോട്ട് വരത്തില്ല. ഞാൻ ഈ പുറകോട്ട് തള്ളിയിടുന്ന കാര്യമല്ല പറഞ്ഞ, മുമ്പോട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഉത്സാഹിപ്പിക്കുന്ന കാര്യം. ഒരു തോണ്ടൽ തീമോഥെയോസിന് ആവശ്യമാണ്. ചെയ്യടാ, പോടാ, പറയടാ, അല്ലെങ്കിൽ അത് ചെയ്യും, നിന്നെ അയപ്പിച്ച് നീ നിൽക്ക്, നീ പറ എന്നൊക്കെ പറഞ്ഞ തന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം എപ്പോഴും ഒരാൾ പുറകിൽ വേണം. മാത്രമല്ല, താനൊരു ലജ്ജാശീലനായിരുന്നു എന്ന് വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. താൻ ആരായിരുന്നു? ലജ്ജാശീലമുള്ളവനാണ്. താൻ ഒരു നാണം കുടുങ്ങിയായിരുന്നു. അമ്മേ, വലിയ നിയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും, വലിയ കൃപാവരങ്ങളൊക്കെ ഉണ്ടെങ്കിലും, തന്നിലുള്ളത് പലപ്പോഴും വെളിപ്പെടാതെ വണ്ണം തന്റെ ഈ സ്വഭാവങ്ങൾ തന്നെ എന്ത് ചെയ്തിരുന്നു? തന്നെ പലപ്പോഴും അടക്കി വെച്ചിരുന്നു. അവിടെയാണ് താനെ പൗലോസ് അപ്പോസ്തലൻ, നമ്മൾ തൊട്ട് താഴ്ന്ന വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് നൽകിയത്. തന്നിലുള്ള ഉൾഭയം, തന്നിലുള്ള എന്താ പറയാ, തന്റെ ലജ്ജാശീലം, തന്റെ അനുഗാമി എന്ന സ്വഭാവം, എല്ലാ കാര്യത്തിലും മുൻകൈയെടുക്കാതെ പുറകോട്ട് നിൽക്കുന്ന ശീലങ്ങളൊക്കെ പലപ്പോഴും തന്നിൽ പകരപ്പെട്ട ദൈവകൃപ തന്നിൽ തണുത്തുറയാൻ കാരണമായിട്ടുണ്ട്. നിങ്ങൾ നോക്കണം, അവിടെയാണ് ഈ ഗൗരവമേറിയ പ്രബോധനം നൽകുന്നത്. എന്ത്? ജ്വലിക്കുക എന്ന്. ജ്വലിക്കുക, നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. നമുക്ക് ഈ ജ്വലനം എന്ന വാക്ക് വരുമ്പോഴേ എനിക്ക് വേറൊരു ടോണാണ് അതിന് നിൽക്കുന്നത്. കത്തട്ടെ, ജ്വലിക്കട്ടെ, പ്രാപിച്ചു. ഞാൻ ആ ധ്വനിയിലേക്കല്ല പോകുന്നത്. ഇവിടെ ജ്വലിക്കുക എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഭാഗം. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? നമുക്ക് ആരംഭം എന്ന നിലയിൽ അതിനൊരു ചെറിയ അർത്ഥം കൊടുത്ത് മുന്നോട്ട് പോകാം. ആ അർത്ഥത്തെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ജ്വലിക്കുക എന്നതിന് അനാസോ പ്യൂറയോ എന്ന ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത്. അനാസോ പ്യൂറയോ, ആമേൻ. അതിന് റീആക്ടിവേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. റീആക്ടിവേഷൻ, പുനരുജ്ജീവിപ്പിക്കുക, വീണ്ടും സജീവമാക്കുക, പുനർസ്ഥാപിക്കുക. സ്തോത്രം. പ്രവർത്തനത്തിന്റെ പഴയ അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഒന്നുകൂടെ പറയാം: വീണ്ടും സജീവമാക്കുക, പുനർസ്ഥാപിക്കുക, പുനരുജ്ജീവിപ്പിക്കുക. സ്വതന്ത്രം. റീആക്ടിവേഷൻ എന്ന ഇംഗ്ലീഷ് പദം വന്നപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി. അമ്മേ, ചിലർക്കൊക്കെ ഈ മലയാള ഭാഷയുടെ ചില ശബ്ദങ്ങൾ പിടികിട്ടുന്നില്ല. ഞാൻ ഒരിക്കലും ഒരിടത്ത് ചെന്ന് ശക്തമായി ബാംഗ്ലൂരിലോ മറ്റെവിടെയോ ദൈവവചനം സംസാരിച്ചപ്പോൾ ഞാൻ ആവർത്തിച്ച് ഉദ്ധാരണം എന്ന് പറഞ്ഞു. ഈ യോഗം കഴിഞ്ഞപ്പോ കുറച്ചുപേര് വന്ന് പിള്ളേർ സെറ്റ് പറഞ്ഞു, ഞങ്ങളെ ഈ ഉദ്ധാരണം എന്ന് പറഞ്ഞ എന്നാന്ന്. പാറശാലയ്ക്കാണ് ദൈവവചനം സംസാരിച്ചപ്പോൾ തമിഴ്നാട് ബോർഡറില് വളരെ ആവേശത്തോടെ ദൈവവചനം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എബ്രായ ബാലന്മാർ അവർ അധരത്തിലും ഉദരത്തിലും വിശുദ്ധി കാസ സൂക്ഷിച്ചവരാണെന്ന് പറഞ്ഞു. യോഗം പകൽ സെഷൻ കഴിഞ്ഞപ്പോഴേ പാസ് എന്റെ കൈക്ക് പിടിച്ചു പറഞ്ഞു, എന്റെ പൊന്നു പാസേ, അമ്മേൻ, ഇത് തമിഴ്നാട് ഏരിയയാണ്, ഇവിടെ അധരോ ഉദരോ നടക്കുകയില്ല, വായെന്നും വയറെന്നും തന്നെ പറയണം. സോദരം, അങ്ങനെ ചില അപകടവും ഞാനിവിടെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് റീആക്ടിവേഷൻ ഞാൻ ഇത്രയും വളഞ്ഞ അർത്ഥങ്ങൾ വിശദീകരിക്കേണ്ടതില്ല ആമേൻ എന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും പറയാം, പുനരുജ്ജീവിപ്പിക്കുക, പുനർസ്ഥാപിക്കുക, റീആക്ടിവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഓൾറെഡി നിന്റെ അകത്ത് ചിലത് പകർന്നിട്ടുണ്ട്. മൂപ്പന്മാരുടെ കൈവപ്പിനാൽ ആമേൻ പരിശുദ്ധാത്മാവിൽ നിനക്ക് ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിന്റെ ഈ സ്വഭാവം, നിന്റെ ഈ രീതികൾ, ആമേൻ, നിന്റെ സ്വഭാവത്തിന്റെ അവസ്ഥകൾ നിമിത്തം പലതും തണുത്തുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിമോഥെയോസിനോട് പ്രബോധിപ്പിക്കുന്നു, നീ അതിനെ പുനരുജ്ജീവിപ്പിക്കണം, റീആക്ടിവേറ്റ് ചെയ്യണം, അതിനെ പ്രവർത്തനത്തിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുന്നു. ഈ പ്രബോധനം തന്നിൽ തിമോഥെയോസിൽ മാറ്റിയ ഒരു വലിയ അനുഭവമുണ്ട്. തന്റെ ജീവിതത്തെ മുഴുവൻ അടിമുടി മാറ്റിക്കൊണ്ട് ജ്വലിക്കുക എന്നത് വെറും ഒരു പ്രബോധനം മാത്രമായിരുന്നില്ല. തിമോഥെയോസിന്റെ സ്വഭാവമടക്കം കാഴ്ചപ്പാടടക്കം സകലത്തെ മാറ്റിമറിച്ച് താൻ പിൽക്കാലത്ത് കരുത്തനായി മാറി. സഹോദരങ്ങളെ, തന്റെ അവസാനത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: വിഗ്രഹാരാധനയെ എതിർത്തിരുന്നതിനാൽ എഫെസോസിലെ ഒരു യുദ്ധസമയത്ത്, ഒരു ഉത്സവ സമയത്ത്, വിഗ്രഹാരാധനയെ എതിർത്തിരുന്നതിനാൽ എഫെസോസിലെ ഒരു ഉത്സവ സമയത്ത് തന്നെ അടിച്ചു കൊന്നു എന്ന് പറയുകയാണ്. അടിച്ചു കൊന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഞാനതിനെ മൊത്തത്തിൽ ഒന്ന് ലഘൂകരിച്ചു പറയാം പ്രിയരെ. 4 പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കാൻ നാണിച്ചവനെ,
4 പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് തന്നിൽ കൃപ തോന്നി ദൈവം നൽകിയ വരങ്ങൾ, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ദൈവം നൽകിയ ദാനങ്ങൾ അത് ഉപയോഗിക്കാതെ അത് തണുത്തുറയുന്ന അനുഭവത്തിലേക്ക് മാറിയെങ്കിലും തന്റെ മുമ്പിലുള്ള പ്രബോധനങ്ങൾ തന്നെ തളർത്തിക്കളഞ്ഞില്ല. തന്റെ രൂപാന്തരം മരണത്തെ പോലും ഭയപ്പെടാതെ 4 പേരുടെ മുമ്പിൽ നാണിച്ചിരുന്നവനെ വിഗ്രഹാരാധനയെ എതിർത്തുകൊണ്ട് കരുത്തുള്ള ഒരു പ്രസംഗത്തിന്, പ്രബോധനത്തിന്, വേലയ്ക്ക് മുൻകൈയെടുക്കുന്നവനാക്കി മുൻപോട്ട് കൊണ്ടുവരികയും മരണം മുമ്പിൽ കണ്ടാലും പുറകോട്ടില്ലാതെ ദൈവമേൽപ്പിച്ച വേല തികയ്ക്കുവാൻ തന്നെ ദൈവം പ്രാപ്തനാക്കി. സ്തോത്രം. ഇന്ന് രാത്രി എന്താണ് ഈ സന്ദേശം ദൈവസഭയിൽ ഇവിടെ പങ്കുവെക്കുന്നത്? പറയാം. ദൈവമേൽപ്പിച്ച നിയോഗങ്ങൾ നമ്മുടെ അകത്തുണ്ട്. കർത്താൽ പ്രിയരെ, നമ്മളെ വെറുതെ വിളിച്ചതല്ല. വന്നു കയറിയവരാരും ഇവിടെ ഇരിപ്പില്ല. നമ്മളെ പേര് ചൊല്ലി വിളിച്ച് വഴിയരികിൽ മെനക്കെട്ട് നിന്നിരുന്ന ചന്തസ്ഥലങ്ങൾ മെനക്കെട്ട് നിന്നിരുന്ന ജീവിതത്തിന്റെ വഴിയാത്രകളിൽ നാനാവിധമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന എന്നെയും നിങ്ങളെയും കൃപ തോന്നി പേര് ചൊല്ലി വിളിച്ച് മകനെ മകളെ എന്ന് വിളിച്ച് നമ്മളെയും അകത്ത് കയറ്റി അവന്റെ സ്നേഹത്തിലാക്കി സഭയുടെ ഭാഗമാക്കി സഭയാക്കി. നമ്മൾ മുൻപേ ഇരുളായിരുന്നു, നമ്മൾ മുൻപേ ഇരുളിലായിരുന്നു. എന്നാൽ നമ്മളെ വെളിച്ചത്തിലാക്കി മാറ്റിയ ആമേൻ, ആ വലിയ ദൗത്യങ്ങൾ നൽകിയ ആ പദവിയിലേക്ക് അവൻ നമ്മളെ കൊണ്ടുവന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തില്ലായിരുന്നു എന്തിനു കൊള്ളാം? ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്നത്തെ അവസ്ഥയിൽ അനുഭവങ്ങളിലും നന്മകളിലും ഒക്കെ പുകഴുകയും പ്രശംസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കണം, കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തില്ലായിരുന്നേ നമ്മളെ എന്തിനു കൊള്ളാം? ആർക്കും വേണ്ടാതിരുന്ന നമ്മളെ, എല്ലാവരും മാറ്റിക്കളഞ്ഞിരുന്ന നമ്മളെ, നമ്മുടെ കുലമഹിമയോ കുടുംബമഹിമയോ വിദ്യാഭ്യാസമോ ശ്രേഷ്ഠതയോ ഒന്നും അല്ല പ്രിയരെ, ക്രൂശിൽ അവൻ നൽകിയ സ്നേഹമാണ് ഇന്ന് രാത്രിയിലും ഞാനും നിങ്ങളെ ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ തിമോഥെയോസിനോട് പറഞ്ഞ ആ വാചകം അങ്ങനെ തന്നെ ഇന്ന് രാത്രി ദൈവസഭയോട് പങ്കുവയ്ക്കുകയാണ്. നമ്മളെ വിളിച്ച ദൈവം, തന്റെ ആത്മാവിനെ നൽകിയ ദൈവം, തന്റെ വരങ്ങളെ നൽകിയ ദൈവം, ആ ദൈവത്തിന്റെ ആമേൻ മഹത്വത്തിനായി പ്രയോജനപ്പെടേണ്ട നാം ഒരു തിമോഥെയോസിനെ പോലെ കൃപാവരങ്ങൾ പ്രാപിച്ചവർ, നിയോഗങ്ങൾ ഏറ്റെടുത്തവർ, സുവിശേഷീകരണ ദൗത്യം പ്രാപിച്ചവർ, ആമേൻ പരിശുദ്ധാത്മാവ് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചവർ, ആമേൻ സാഹചര്യങ്ങളെ പഴിചാരി, സ്വഭാവങ്ങളെ പഴിചാരി, എന്റെ സൊസൈറ്റി ഇങ്ങനെയാണ്, എന്റെ പ്രൊഫഷൻ ഇങ്ങനെയാണ്, എന്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പലതിലും തണുത്തുറഞ്ഞ് ബിസി ലൈഫിന്റെ പേരിൽ, ആമേൻ തിരക്കുള്ള ജീവിത യാത്രയുടെ പേരിൽ പലതും തണുത്തും മരച്ചും മയങ്ങിയൊക്കെ മാറുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സഭയാം ശരീരത്തോട് പറയുന്നു, ആമേൻ ഇവിടെ ഇന്ന് രാത്രി കൂടി വന്നിരിക്കുന്ന ദൈവജനത്തോട് പറയുന്നു, നിങ്ങളിൽ പകർന്നിട്ടുള്ളത് തണുത്തുറഞ്ഞു പോകാനല്ല, അത് പ്രവർത്തനത്തിന്റെ പഴയ അവസ്ഥയിലേക്ക്, ആദ്യ നാളുകളിലെ കാലത്തെ പോലെ ആദ്യ അനുഭവങ്ങളിലേക്ക് മടങ്ങി വരേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. സ്വതന്ത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാനതെല്ലാം ആമേൻ ക്രമമായി ചില കാര്യങ്ങൾ മുൻപോട്ട് പറഞ്ഞു തുടങ്ങുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിയോഗങ്ങൾ പ്രാപിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ, കൃപാവരങ്ങൾ ഏറ്റെടുത്തവരുണ്ട്. ആമേൻ. ആരോ പറഞ്ഞതിന്റെ പേരിൽ ദൈവമേൽപ്പിച്ച കൃപാവരങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളവരുണ്ട്. ഭയത്തിന്റെ പേരിൽ, നിരാശയുടെ പേരിൽ, സ്വതന്ത്രം, ആമേൻ, കുറ്റം പറഞ്ഞതിന്റെ പേരിൽ, അല്ലെങ്കിൽ കളിയാക്കിയതിന്റെ പേരിൽ, തിരക്കുള്ള ലൈഫിന്റെ പേരിൽ പലതുമൊക്കെ മാറ്റിവെക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് നമ്മൾ ആത്മീയത ഉപയോഗിച്ച്, ആരാധന ഉപയോഗിച്ച്, പ്രാർത്ഥന ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ജീവിത സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഒരുങ്ങുമ്പോൾ, അല്ല പ്രിയരെ, നമ്മുടെ ഉയർച്ച താഴ്ചകളിലൂടെയോ നമ്മുടെ ലാഭ നേട്ടങ്ങളിലൂടെയോ അല്ല, നമ്മുടെ അമ്മേന്റെ ജീവിതത്തിന്റെ ഏത് അനുഭവത്തിലൂടെയും പരിശുദ്ധാത്മാവിന് തന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. ദൈവസഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളിലൂടെ ദൈവത്തിന് ചിലത് പൂർത്തീകരിക്കാനുണ്ട്, അവയിലേക്ക് മടങ്ങി വന്നേ മതിയാകുകയുള്ളൂ. ചില നിയോഗങ്ങളിലേക്ക് സഭ മടങ്ങി വരണം. സ്വതന്ത്രം. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ആമേൻ ഭൗതിക മണ്ഡലങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഞാനെന്ന വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുക്കാൻ തത്രപ്പാടുപെടുമ്പോൾ നമ്മളെ വിളിച്ച ദൈവത്തിന് നമ്മളിലൂടെ തന്റെ സഭയുടെ ആത്യന്തിക ഉത്തരവാദിത്തങ്ങൾ, ദൈവരാജ്യം സംബന്ധിച്ചത്, സഭ സംബന്ധിച്ചത് എന്നിലൂടെയും നിങ്ങളിലൂടെയും പൂർത്തീകരിക്കാനുണ്ട്. എന്നാൽ അതിലൊക്കെ പലതിനും കോട്ടം വരികയും
ചിലതൊക്കെ തണുത്തുറഞ്ഞു മാറുകയും ചെയ്യുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. നിന്നിലുള്ളത്, നിന്നിൽ തന്നത് അതിലേക്ക് മടങ്ങി വരണം, റീആക്ടിവേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. തിമോത്തിയോസ് തന്റെ മേൽ പകരപ്പെട്ട ആത്മീയ കൃപ ഉപയോഗിക്കുവാനുള്ള ധൈര്യമില്ലാത്തതിനാൽ തിമോത്തിയോസ് പലപ്പോഴും അതിന്റെ ജ്വാല കെടുത്തിക്കളയാൻ നിർബന്ധിതനായിട്ടുണ്ട്. തന്നിൽ പകർന്നിരിക്കുന്ന നിയോഗങ്ങൾ, ശുശ്രൂഷകൾ ആമേൻ പലപ്പോഴും വേണ്ട വിധം പ്രയോജനപ്പെടാറ് വണ്ണം സാഹചര്യങ്ങൾ നിമിത്തം താൻ അതിനെ തണുത്തുറയുന്ന അനുഭവത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. തന്റെ ലജ്ജാശീലങ്ങൾ തന്റെ ദൗത്യത്തെ ബാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ തന്നെ ഭയരഹിതമായി പരിശുദ്ധാത്മാവ് മുൻപോട്ട് കൊണ്ടുവരികയാണ്. ആമേൻ. ഇവിടെ നമുക്ക് ആ വാക്കിലേക്ക് വരാം. പുനരുജ്ജീവിപ്പിക്കണം. നിങ്ങൾ അതിനെ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പുനരുജ്ജീവിക്കപ്പെടണം. റീആക്ടിവേറ്റ്. ഈ റീആക്ടിവേഷൻ എന്ന പദം വരുമ്പോഴേ അതിനോട് ചേർന്ന് നമുക്കെല്ലാം പരിചയമുള്ള 3 പദങ്ങൾ അതിനോട് ചേർക്കണം. ആമേൻ. ഒന്ന്, റീആക്ടിവേഷൻ ചെയ്യപ്പെടേണ്ടി വരുന്ന എപ്പോഴാണ്? ഇതിന് ഡീആക്ടിവേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് റീആക്ടിവേഷൻ എന്നൊരു പ്രബോധനത്തിലേക്ക് വരുന്നത്. ഓൾറെഡി ഒരിക്കൽ ഈ ആക്ടിവേഷൻ, ഡീആക്ടിവേഷൻ, റീആക്ടിവേഷൻ, ആക്ടിവേഷൻ, ഡീആക്ടിവേഷൻ, റീആക്ടിവേഷൻ. നിങ്ങൾ ഈ 3 പദം കേൾക്കുമ്പം എന്തെങ്കിലും എന്താ പറയാ, ഉപകരണം കച്ചവടം ചെയ്യുന്ന പോലെ കീബോർഡോ അല്ലെങ്കിൽ സിം കച്ചവടക്കാരെന്ന് വിചാരിക്കരുത്. നമ്മള് ഈ റീആക്ടിവേഷൻ ചെയ്യാൻ ചിലത് കാലതാമസം വരുമ്പോഴേ, നൽകിയ സമയം തീരുമ്പോഴേ, ഡീആക്ടിവേഷൻ ആകുന്ന ആ സമയം വരുമ്പോഴേ മെസ്സേജ് വരും, നിങ്ങൾ പണമടച്ച് അത് റീആക്ടിവേറ്റ് ചെയ്യണം. ഓൾറെഡി നമ്മൾ അതിനെ സജീവമാണ്. നമുക്ക് ആക്ടിവേഷൻ, റീആക്ടിവേഷൻ, ഡീആക്ടിവേഷൻ എന്നുള്ള പദം അശക്തപ്പെടുന്നെങ്കിൽ വിടാൻ കേട്ടോ. ഞാൻ അതിന്റെ ആത്മീയ ഭാഷയിലേക്ക് വരാം. അത്രയേറെ കഷ്ടപ്പെട്ട റീആക്ടിവേഷൻ എന്നുള്ള പദം കിട്ടിയതുകൊണ്ട് ഞാൻ അതിനോട് ചേർന്ന് നിൽക്കുന്ന 1-2 ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇത്രയേ ഉള്ളൂ. ഇപ്പോഴിത് പുനരുജ്ജീവിക്കുവാൻ അല്ലെങ്കിൽ വീണ്ടും സജീവമാക്കുവാൻ, റീആക്ടിവേറ്റ് ചെയ്യാൻ പ്രബോധിപ്പിച്ചതിന്റെ കാരണം തന്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഇത് പ്രവർത്തനരഹിതമായിക്കൊണ്ടിരിക്കുകയാണ്. തന്നിൽ പകരപ്പെട്ടത് തണുത്തുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കാരണങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് ആമേൻ മടങ്ങി വരാനുള്ള പ്രയോഗമാണ് റീആക്ടിവേഷൻ. ഈ 20ാമത്തെ രാത്രിയിലും ചിലരോട്, സഭയോട് ഒരു മടങ്ങി വരവിന്റെ ദൂത് പരിശുദ്ധാത്മാവ് വിശേഷാൽ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആരംഭ നാളുകളെ പോലെ ആമേൻ ഉത്സാഹങ്ങളും വീര്യവും കത്തിരുന്ന ആദ്യ നാളുകളെ പോലെ ഒരു തിരിച്ചുവരവിന്റെ കാലമായി എന്ന് പരിശുദ്ധാത്മാവ് സഭയെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ ആക്ടിവേഷൻ, റീആക്ടിവേഷൻ അല്ലെങ്കിൽ ഡീആക്ടിവേഷൻ, റീആക്ടിവേഷൻ ഈ 3 വാക്കുകളിലൂടെ, ഒന്ന്, ആക്ടിവേഷൻ എന്ന പദം പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് പകരപ്പെട്ടതിനെ ഞാൻ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് ആക്ടിവേഷൻ എന്ന പദം ഒഴിവാക്കി നിർത്താം. പരിശുദ്ധാത്മാവിന്റെ പകർച്ച, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് പകർന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ആ പ്രയോഗം. ആക്ടിവേഷൻ എന്ന പ്രയോഗം ഇതിന്റെ ആത്യന്തികമായി എന്തിനാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നത് എന്ന ചിന്തയിലേക്ക് വരണം. 2, ഡീആക്ടിവേഷൻ എന്നത് അതിന്റെ റീസൺ ആണ്. ആമേൻ. ഡീആക്ടിവേഷന്റെ റീസൺ കണ്ടെത്തണം, കാരണമാണെന്ന് അന്വേഷിക്കുന്നത്. ഇത് തണുത്തുറയാനുള്ള കാരണം. മൂന്നാമത്തത് റീആക്ടിവേഷന്റെ ആവശ്യകതയാണ്. സ്വന്തം ഇവിടെ തിമോത്തിയോസിനോട് റീആക്ടിവേഷൻ അല്ലെങ്കിൽ നീ അതിനെ ആമേൻ ജ്വലിക്കണമെന്ന് പറയുമ്പോൾ, അതിനെ പുനരുജ്ജീവിപ്പിക്കണമെന്ന് പറയുമ്പോൾ, നീ വീണ്ടും അതിനെ സജീവമാക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ സജീവമായി തുടരുകയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വതന്ത്ര ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിന് സ്വാഭാവികമായി ഏറ്റക്കുറച്ചിലുകൾ എന്ത് ചെയ്യാം? സംഭവിക്കാം. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ ഈ ജഡശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഈ ശരീരം വീണ്ടെടുപ്പ് നാളിനായി ശരീരത്തിൽ ഒരു പുത്രത്വം ലഭിക്കാൻ ഒരു നിമിഷമുണ്ട്. ഇതിനൊരു പുനരുദ്ധാനത്തിന്റെ അല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ നാളുണ്ട്. ഈ ശരീരം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സ്വതന്ത്രം. അപ്പൊ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ ജഡശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. സ്വതന്ത്രം. നമ്മുടെ ഈ സന്ദേശങ്ങളുടെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുന്നതുകൊണ്ട് ചില തിരുത്തലുകളോടുകൂടെ തന്നെ ഈ സന്ദേശം തുടരാൻ ആഗ്രഹിക്കുകയാണ്. ചില തിരുത്തലുകളോടുകൂടെ തന്നെ. അപ്പൊ റോമാലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഞാൻ ആദ്യ ദിവസങ്ങൾ മുതലേ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്ന് പൗലോസ് പ്രാർത്ഥിച്ചത് ഇത് തോറ്റു തുന്നമ്പാടി പരാജയപ്പെട്ടു പ്രാർത്ഥിച്ചതല്ല. നിങ്ങൾ ദൈവവചനം ധ്യാനിക്കണം. വെറും കേൾവിക്കാര് മാത്രമാകരുത്,
തിരുവെഴുത്ത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കണം. ഏത് പ്രവചനമാണെങ്കിലും ഏത് പ്രസംഗമാണെങ്കിലും ദൈവവചനത്തോട് അതിനെ തട്ടിച്ചു നോക്കണം. ബെരോവയിലെ ദൈവമക്കൾ അവരെന്തായിരുന്നു? അവര് ദൈവവചനം അത് അങ്ങനെ തന്നെയോ എന്ന് എന്ത് ചെയ്യുമായിരുന്നു? പരിശോധിക്കുമായിരുന്നു. അല്ലാതെ പ്രാപിച്ചോ എന്ന് പറയുമ്പോൾ ഉടനെ കൈയടിച്ച് സ്വതന്ത്രം പറയത്തില്ല. അവര് വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കി. ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, എന്റെ ഒരു സ്നേഹിതനാ, ദൈവമക്കളെ നിങ്ങൾ ബെരോവയിലെ ആളുകളെ പോലെ ആകരുത്. അതെന്താ? ഇത് അങ്ങനെ തന്നെ ആണോ എന്ന് അവര് വീട്ടിൽ പോയി പരിശോധിക്കും പോലും. കേൾക്കുമ്പോ അങ്ങനെ ദൈവമക്കൾ ദൈവവചനം അങ്ങനെ ദൈവവചനം ഉൾക്കൊള്ളുമ്പോൾ തന്നെ പറയുന്നത് മനുഷ്യന്റെ നാവിലൂടെയും മനുഷ്യന്റെ വിവേകത്തോടു കൂടെ കണ്ടെത്തിയ ചിന്തകളിലൂടെ ഒക്കെയാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? തിരുവെഴുത്തുകളെ പരിശോധിക്കണം. സ്വതന്ത്രം പറഞ്ഞാട്ടെ, ദൈവവചനം നിങ്ങൾ എഴുതിയെടുക്കുന്ന കുറിപ്പുകളൊക്കെ വീട്ടിൽ ധ്യാനിക്കണം. ഇത് തിരുവെഴുത്തുകളെ ധ്യാനിച്ച് ഇത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ച് വേണം. പൗലോസ് തോറ്റ് തുന്നമ്പാടി ഒന്നും പറഞ്ഞതല്ല, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ജഡശരീരത്തിന്റെ അധപ്പതനം കണ്ടിട്ട് എന്റെ അകം ആത്മാവ് വീണ്ടെടുക്കപ്പെടുകയും എന്നാൽ അതിനോട് പോരാടുന്ന ശരീരത്തിന്റെ വ്യവസ്ഥ കണ്ടിട്ട് ഇത് പാപത്തിന് വാഴാനുള്ളതാണ്, ഇത് തകരാനുള്ളതാണ്, ഇതിന്റെ അവസ്ഥ കണ്ടിട്ട് ഇതിനെ സംരക്ഷിക്കാൻ കരഞ്ഞതല്ല, ഇതിന്ന് എങ്ങനെയും ഒന്ന് പുറത്തു വരാൻ വെപ്രാളപ്പെട്ട വിശുദ്ധന്റെ പ്രാർത്ഥനയാണ്. ആമേൻ, ആമേൻ. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ദൈവമക്കളെ, ശരീരത്തിന്റെ വിടുതലല്ല, ശരീരത്തിൽ നിന്നുള്ള വിടുതൽ. സ്വതന്ത്രം എന്താ വെച്ചാ ഇത് വീണ്ടും പാപം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഈ ബോഡി മണ്ണുമായി, ഇവിടുത്തെ പ്രപഞ്ചവുമായി, ഇവിടുത്തെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അകത്തെ മനുഷ്യന്റെ പ്രാഗൽഭ്യം കെടുത്തിക്കളയാൻ പിശാചി ദേഹത്തെയും ദേഹിയെയും ആയുധമാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പ്രസംഗത്തിന്റെ 2ാം ഭാഗത്ത് നമ്മൾ തുടങ്ങിയത്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കണമെന്ന്. പുറമെ ഇവിടെ നമ്മളെ നേരെ തിരിച്ച, അകമേ ഉള്ളവൻ നാൾക്ക് നാൾ ബലം ക്ഷയിച്ചും പുറമേ ഉള്ളവൻ ബലം അല്ലെങ്കിൽ നോക്കി നമ്മളെയൊക്കെ നോക്കിയാൽ ഒന്ന് മനസ്സിലാകും. രക്ഷിക്കപ്പെട്ട നാളിലെ ഷെയ്പ്പ് അല്ല ഇപ്പം. ഇറങ്ങിയപ്പോ ഇങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് ഇച്ചിലൂടെ മധ്യപ്രദേശൊക്കെ വലുതായി, കവിളൊക്കെ ചാടി, അല്ലേ, തൊണ്ടയൊക്കെ അടഞ്ഞ് നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ പാസ് എന്ന് തോന്നിപ്പോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, വരവും നടപ്പും ഇരുപ്പൊക്കെ പുറമേ ഉള്ള ലുക്ക് ഒറ്റ നോട്ടത്തിൽ ഇവൻ ഭയങ്കര വിശുദ്ധനാന്ന് പറഞ്ഞുകളെ. പുറമേ മാറ്റങ്ങളൊക്കെ ഉണ്ടായി, പക്ഷേ അകമയുള്ളവൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവമക്കളോട് പറയാം, നമ്മുടെ ഈ ശരീരം ബലഹീനമാണ്. ഇതുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മൾ ഇത് വസിക്കും കാലത്ത് ഇതിന് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. വിശാലമായ ചിന്ത മുമ്പോട്ട് തുടങ്ങുകയാണ്. ആമേൻ, സ്തോത്രം. ഇതിങ്ങനെ അങ്ങ് തുടങ്ങിയ മിസൈലുകൾ തീർന്നോളം വരെ ഇങ്ങനെ യോഗം ഇങ്ങനെ അങ്ങ് പോയാലോ എന്നും കൂടെ ഞാൻ ചിന്തിച്ചു. അച്ചാച്ചൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ദൈവമേ മോനെ നിനക്ക് വിഷമമൊന്നും ഇല്ലല്ലോ പോകുന്ന കാര്യത്തിൽ? അപ്പോഴും എന്റെ മനസ്സിൽ ഇതുവരെ തിരിച്ചു പോകണമെന്നുള്ള പോകണം ആശങ്കകളൊക്കെ മനസ്സിനകത്തുണ്ടെങ്കിലും ഒരു സമാധാനം അനുഭവിക്കുന്നെങ്കിലും എനിക്കൊരു വേറൊരു ദുഃഖം. നമ്മളെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് ഇത് പങ്കുവെച്ച് അവിടെ ഇരുന്നായിരുന്നെങ്കിൽ ഇതൊരു വലിയ ശുശ്രൂഷയായി. ഇതിപ്പോ ഏതാണ്ട് ചില പ്രസംഗങ്ങളൊക്കെ ഇറാൻ വിട്ട മിസൈൽ പോലെ വന്നെന്നുമായി, പ്രസംഗിച്ചോ ചോദിച്ചാൽ പ്രസംഗിച്ചെന്നുമായി, ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ടായി തീർന്നല്ലാതെ കൃത്യമായ സ്ഥലത്ത് ഇത് വന്നിട്ടില്ല. മിസൈൽ ഇന്ന് 109 മിസൈൽ വന്നു, ഇന്ന് 8 എണ്ണം വന്നു എന്ന് കണക്ക് പറഞ്ഞ് തീരുന്നല്ലാതെ എത്തേണ്ടടുത്ത് കൃത്യമായ പോയിന്റിൽ ചിലത് എത്താതെ ഈ സന്ദേശങ്ങൾ അവസാനിക്കുന്നതിന്റെ ചെറിയൊരു വേദന എനിക്കുണ്ടെങ്കിലും ഇന്ന് രാത്രി വചനത്തിന്റെയും സന്ദേശത്തിന്റെയും പരമാധികാരി ദൈവം മാത്രമാകയാൽ കർത്താവ് അതിൽ ക്രിയ ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ പ്രധാനമായ ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഈ 3 കാര്യം ആക്ടിവേറ്റ് ചെയ്തത് എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നമ്മിൽ തന്നത്? കാരണം അന്വേഷിക്കുന്നു, അതിന്റെ ഉദ്ദേശം അന്വേഷിക്കുന്നു, പർപ്പസ് നോക്കുകയാണ്. 2 ഡീആക്ടിവേഷൻ ആണ്. അതിന്റെ കാരണം എന്തുകൊണ്ട് ഡീആക്ടിവേറ്റ് ആകും, ഡീആക്ടിവേറ്റ് ആകുമോ ഇല്ലയോ എന്ന ചിന്ത നമുക്ക് പിന്നീട് വരാം. പരിശുദ്ധാത്മാവിന്റെ ആ കൃപാവരങ്ങളുടെ ശക്തി കുറയുമോ ഇല്ലയോ, അല്ലെങ്കിൽ ആ പാപം ചെയ്ത് നമ്മൾ വിശദീകരിക്കപ്പെട്ട നമ്മൾ അതിന് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുമോ ഇല്ലയോ, നമുക്ക് മുൻപോട്ട് അതിനെ കുറിച്ച് പഠിക്കേണ്ടിയുണ്ട്. 3ാമത്തെ ഭാഗമാണ് റിയാക്ടിവേഷൻ. അതിന്റെ ആവശ്യകതയാണ്, നമ്മൾ ആവശ്യകതയിലാണ് എത്തി നിൽക്കുന്നത്. നമുക്ക് മുമ്പോട്ട് വരാം. എന്തിനാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ തന്നത്? എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നമ്മിൽ പകർന്നത്? വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് വ്യക്തിപരമായ ആത്മസ്നാനം. വ്യക്തിപരമായ ആത്മസ്നാനം എന്തിനാണ് നമുക്ക് നൽകി തന്നത്? 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ.
ഒന്നാമത്തേത് വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നത്? ആമേൻ. വിശുദ്ധീകരണത്തിനാണ്. വിശുദ്ധീകരണത്തിനാണ്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്യവും 16-ാം അധ്യായം 13-ാമത്തെ വാക്യവും കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, നമുക്ക് ഈ വാക്യങ്ങളൊക്കെ വായിക്കണം, നമുക്കൊന്ന് പറഞ്ഞിട്ട് മടങ്ങി വരാം. ഒന്ന് നമ്മുടെ ശുദ്ധീകരണമാണ്. രണ്ട് ശാക്തീകരണമാണ്. ശാക്തീകരണമാണ്. മൂന്ന് സാക്ഷീകരണമാണ്. സാക്ഷിയാകണം. ഒന്ന് നമ്മുടെ വിശുദ്ധീകരണത്തിനാണ്. രണ്ട് നമ്മൾ ശക്തിപ്പെടേണ്ടതിനാണ്. മൂന്ന് സാക്ഷിയാകേണ്ടതിനാണ്. അതിൽ ഒന്നാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്യവും 16-ാം അധ്യായം 13-ാമത്തെ വാക്യവും വായിച്ചു സഹായിക്കുമല്ലോ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഹല്ലേലൂയ. സഹോദരം, ഇവിടെ മറ്റൊരു കാഴ്ചപ്പാടും കൂടെ തിരുത്തി മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കുകയാണ്. ഈ യേശുവിനോട് കൂടുള്ളവരോടാണ് കർത്താവ് പറയുന്നത്, ഞാൻ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യും? തരും. രക്ഷിക്കപ്പെടാത്തവരോടല്ല, അല്ലെങ്കിൽ യേശുവിന്റെ അനുഗാമികളായിരിക്കുന്നവരോടാ പറഞ്ഞു. ഞാൻ പോയതിനു ശേഷം പരിശുദ്ധാത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥൻ, 14-16 പരിശുദ്ധ കാര്യസ്ഥൻ വരും, സത്യത്തിന്റെ ആത്മാവ് വരുവാൻ നിങ്ങളെ സകല സത്യം. ഞാൻ പോയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? വരത്തുള്ളൂ. യേശുവിനെ നിങ്ങൾ നോക്കണം ദൈവമക്കളെ, ഇവിടെ രണ്ട് കാര്യമുണ്ട്. ഈ ബ്രദറൻ ടീച്ചിങ്ങിനകത്തൊരു സംഭവമുണ്ട്. ഓൾറെഡി ആത്മാവ് ഉണ്ട്, ഇനി വേറൊരു ആത്മസ്നാനത്തിന്റെ ആവശ്യം ഇല്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഹലോ, എന്നോടൊപ്പം ഉണ്ടോ? ആത്മസ്നാനം വേണ്ട. ദൈവമക്കളെ, യേശു കൂടുള്ളപ്പോൾ യേശു പറഞ്ഞതാണ്, ഞാൻ പോകുന്നു, പോയതിനു ശേഷം പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. ഇവിടെ ഒരാൾ രക്ഷിക്കപ്പെടുന്ന ബ്രദറൻ ടീച്ചിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം പറയാം. ഇത് നമ്മളുടെ ഇടയിൽ റെക്കോർഡിംഗ് ആണ്, പുറത്തു പോട്ടെ, അകത്ത് നിൽക്കട്ടെ, അതൊന്നും കുഴപ്പമില്ല. അമ്മേൻ. അപ്പൊ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഞാൻ ഇതിനൊരു പ്രധാനപ്പെട്ട ഭാഗം പറയാം. പക്ഷെ നമ്മൾ ബന്ധക്കോസുകാരായ ചില സഹോദരന്മാരുമുണ്ട്, ഇതെല്ലാം പ്രാപിച്ച് ബന്ധക്കോസിന്റെ പേരിലിരിക്കുകയും അഭിഷേകം പ്രാപിക്കേണ്ടാത്തത് കൊണ്ട് ഇതിന് ന്യായം പറയുന്ന ചില ആളുകളുണ്ട്. ആത്മാവ് ഉള്ളിൽ വന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾ യേശുവിനെ സ്വീകരിച്ച്, ഇനി വേറൊരു നിറവുണ്ടോ? ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണോ? അതിനൊക്കെ വചനത്തിലൂടെ ചില മറുപടികൾ ബ്രദറൻ ടീച്ചിങ്ങിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിൽ സ്നാനം ലഭിക്കുന്നു. അതായത് രക്ഷയ്ക്ക് ശേഷം ലഭിക്കുന്ന വേറൊരു പ്രത്യേക അനുഭവത്തിന് പ്രാധാന്യത ഇല്ല എന്ന് പറയുമ്പോൾ തിരുവഴുത്തിൽ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടത് ശമരിയരെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ദൈവവചനം കൈക്കൊണ്ടു, സ്നാനപ്പെട്ടു, പക്ഷെ ആത്മസ്നാനം പ്രാപിച്ചിരുന്നില്ല. പൗലോസ് അവിടേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ പത്രോസ് അവിടേക്ക്, ആ വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വിടാം. 1-2 വാക്യങ്ങൾ, ഒരു 3 വാക്യങ്ങൾ സൂചന നൽകാം. യേശു തന്നെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 7:38. ഇവിടെ പത്രോസിന്റെ കാര്യം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38. നമ്മളിത് ആരംഭ ദിവസം വായിച്ചു. 39-ാമത്തെ വാക്യമാണ്. 39. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ല. ഒരു മിനിറ്റ് നിന്ന് കൂടെ വരണമേ. യേശു കർത്താവ് നമ്മൾ ഈ 37-38 ആയ ദിവസം പറഞ്ഞിരുന്നല്ലേ? ഏതാണ്? ആത്മനിറവിനെ കുറിച്ച്. ആത്മനിറവ് ജീവിത ശൈലിയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് പഠിപ്പിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ആ ഭാഗം നമ്മൾ ഓർമ്മിപ്പിച്ചിരുന്നു. എന്ന് പറഞ്ഞു, ഉത്സവത്തിന് മഹാദിനമായി എടുക്കുന്ന ആൾ യേശു കൊണ്ട് ദാഹിക്കുന്നവർ എന്നെ എടുക്കുക വരട്ടെ. അത് യേശുവിൽ നിന്ന് പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ ദാനത്തെ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടത് നദികളായി ഒഴുകണം 38-ാമത്തെ വാക്യത്തിൽ. 39-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അമ്മേൻ, അന്ന് വരെ എന്ത് ചെയ്തിരുന്നില്ലായിരുന്നു. ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? 39-ാമത്തെ വാക്യം. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. പുരുഷാരത്തിൽ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തിരുന്നില്ല? ആത്മാവ് വന്നിരുന്നില്ല. ഇവരെല്ലാം യേശുവിന്റെ കൂടെ പോന്നു. ആ ആത്മാവ് എന്നാ വരുന്നേ? ആ ആത്മാവ് വന്നത് പെന്തക്കോസ്ത് ദിനത്തിലാണ്. യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് വരെ യേശു പറഞ്ഞല്ലോ. നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ, ഞാൻ പോയതിനു ശേഷം പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ നിങ്ങളിലേക്ക് എന്ത് ചെയ്യും? വരും. അപ്പോൾ യേശു കൂടെ യാത്ര ചെയ്യുമ്പോഴും
ഇനി വേറൊരു ആത്മാവിന്റെ ആവശ്യമില്ല, ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിർത്തുകയല്ല. ആമേൻ. യേശുവിനെ ഉള്ളിൽ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ക്രിയ അനിവാര്യമാണ്. പക്ഷേ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത് വ്യവസ്ഥയാണ്. നമുക്ക് ഇവിടെ കണ്ടല്ലോ, അന്ന് വരെ യേശു എന്താ പറയാ, തിരസ്കരിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട്, അങ്ങോട്ട് പോയിട്ടില്ലാത്തത് കൊണ്ട് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഇനി അപ്പോസ്തല പ്രവൃത്തി 8:14 മുതൽ 16 വരെ, അപ്പോസ്തല പ്രവൃത്തി 8:14 വരെ ശമര്യരെ കുറിച്ച് പറയുന്നുണ്ട്. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിനെ അവര് സ്നാനം കേട്ടിരുന്നതേ ഉള്ളൂ. ഓൾറെഡി അവർ ദൈവവചനം കൈക്കൊണ്ടു, വചനം കൈക്കൊണ്ടു, അവർ സ്നാനപ്പെട്ടു, കൂട്ടായ്മ വരെ നടക്കുന്നുണ്ട്. സ്തോത്രം. യേശുവിനെ ഉള്ളിൽ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ക്രിയ അനിവാര്യമാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ക്രിയ, പരിശുദ്ധാത്മാവിന്റെ സ്പർശനം, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോഴാണ് ക്രിസ്തുയേശുവിലുള്ള രക്ഷയെ നമ്മൾ സ്വീകരിക്കുന്നത്. എന്നാൽ നിങ്ങൾ നോക്കണം, അന്ന് വരെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു. അവർ ആത്മസ്നാനം പ്രാപിച്ചിട്ടില്ലായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ആത്മസ്നാനം പ്രാപിച്ചിട്ടില്ലായിരുന്നു. സ്വതന്ത്രം. ഇനി മറ്റൊരു ഭാഗം കൂടെ. അപ്പൊ വചനം കൈക്കൊണ്ടു, വചനം പ്രസംഗിക്കുന്നു, കൂട്ടായ്മ നടക്കുന്നു, ഗസ്റ്റിനെയൊക്കെ വിളിച്ച് പ്രസംഗിപ്പിക്കാൻ തുടങ്ങുമ്പോഴും എന്തില്ല? അകത്ത് പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവിന്റെ സ്നാനം പ്രാപിച്ചു. അപ്പൊ രക്ഷിക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ, വീണ്ടെടുപ്പ് പ്രാപിച്ചവർ, സ്നാനപ്പെട്ടവർ, വചനം കൈക്കൊള്ളവർ, പ്രസംഗം കേൾക്കുന്നവർ, എല്ലാവരിലും എന്ത് ചെയ്തിരിക്കണം? ആത്മസ്നാനം എന്ന അടുത്ത പദവിയിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കണം. നമ്മൾ 1-ാം ദിവസം പറഞ്ഞു, ആത്മസ്നാനം ഒരിക്കലും ആത്മനിറവ് നിരന്തരവും നടക്കേണ്ടതാണ്. അപ്പൊ സഭ ആത്മസ്നാനം പ്രാപിച്ചിരിക്കണം. ജനം ആത്മസ്നാനം എന്ന പദവിയിലേക്ക് എത്തപ്പെട്ടിരിക്കണം. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് തുടരാം. ഇവിടെ നമ്മൾ ആദ്യം വായിച്ചത് ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നു, രണ്ടാമത്തത് ശമര്യരെ കുറിച്ച് പറയുന്നു, മൂന്നാമത്തത് എഫെസോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഇത് കേട്ട അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവരെല്ലാം സ്നാനപ്പെട്ടു. അവർ രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് സ്നാനപ്പെടുന്നു. അവർ യേശുവിനെ കുറിച്ചുള്ള, യേശുവിലൂടെയുള്ള രക്ഷയെ മനസ്സിലാക്കി എഫെസോസിലെ ജനം അവിടെ കൂടി വരുമുണ്ട്. സ്വതന്ത്രം. അവിടെ കാര്യങ്ങൾ നടക്കുന്നെങ്കിലും അവരുടെ മാനസാന്തരം യഥാർത്ഥമായിരുന്നില്ല, അവരുടെ സ്നാനം ക്രമമായിരുന്നില്ല. അവർ ആ സ്നാനപ്പെടുകയിൽ പൗലോസ് അവരുടെ മേൽ കൈവച്ചു പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവിടേക്ക് വന്നു. അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ട ഉടനെ നടക്കുന്ന ആത്മസ്നാനം, അല്ലെങ്കിൽ ആ രക്ഷിക്കപ്പെടുന്നതോടുകൂടെ അതും കഴിഞ്ഞു, ഇനി വേറൊരു കാത്തിരുന്ന് പ്രാപിക്കണ്ട, ഇനി ഒരു അന്യഭാഷയില്ല, ഇനി അതിന്റെ ആവശ്യമില്ല എന്നൊന്നും ധരിപ്പിക്കുന്നത് ദൈവവചനത്തിന് അടിസ്ഥാനമല്ല. ആമേൻ. യേശു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമാണ് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വതന്ത്രം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഞാൻ എപ്പോഴും പലയിടത്തും പറയാറുണ്ട്, ഈ ദൈവവചനം കേൾക്കുമ്പോൾ കല്ലുപോലിരിക്കുകയും എന്റെ മകനെ എന്ന് വിളിക്കുമ്പോൾ കരയുകയും ചെയ്യുന്നവനെ മൈൻഡ് പോലും ചെയ്യരുത്. തിരുവെഴുത്തുകളുടെ പൊരുളുകൾ തിരിക്കുമ്പോൾ അനങ്ങാതിരുന്ന് ഞാൻ കാണുന്നെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷമം അത് ദൈവീകമല്ല, അത് ഭൗതികമാണ്. ആമേൻ. ദൈവവചനം ഗ്രഹിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഏതായാലും ഉടനെ എങ്ങും പോകത്തില്ലെന്ന് എനിക്കറിയാം. ഇനി ഞാൻ ഒന്ന് പോണമെന്ന് ദൈവമായിട്ട് ഒരുക്കാതെ ദൈവം പറഞ്ഞു വിടാതെ പോകാനും പറ്റില്ല. കാര്യമായി തന്നെ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ടിക്കറ്റ് എടുത്തപ്പോൾ എന്റെ കൂട്ടുകാർ തിരഞ്ഞു പറഞ്ഞു, ഇച്ചിരി മയം വേണേന്ന്. സ്വത്രം. ഗൾഫിലോട്ട്, ഗൾഫോ അമേരിക്കയിൽ നിന്നൊന്നും കർത്താവിനില്ല, ഗൾഫുകാരനോ അമേരിക്കക്കാരനൊന്നും ദൈവത്തിനില്ല. നമ്മളെല്ലാം അവന്റെ മക്കളാണ്. ഒരാൾ പോലും അന്യപ്പെട്ടുകൂടാൻ പാടില്ല. വചനത്തിന്റെ സത്യത്തിൽ നിലനിൽക്കണം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാന് ആമേൻ ഇവിടെ വന്ന് പല സഭകളിൽ ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവവചനത്തിന് വില കൊടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. വചനത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പേര് പറയില്ല, ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾക്ക് വചനം വേണേ, ഞങ്ങൾ വചനത്തിന് ദാഹത്തോടെ ഇരിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എന്റെയിലും അതേ ഉള്ളൂ പാസ്റ്ററെ. സ്തോത്രം. ദൈവവചനം കേൾക്കാൻ ദാഹമുള്ളവർക്കായി സ്തോത്രം. ആമേൻ. ഞാനിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ അന്നു അടക്കം
ദൈവവചനം കേൾക്കുക. സംഗതി ഇങ്ങനെയൊക്കെ അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴും ഓരോ വചനങ്ങൾ ആര് പ്രസംഗിച്ചാലും അതുകൂടി ഇരുന്ന് എഴുതിയെടുത്ത് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രേഖപ്പെടും. കുഞ്ഞു കുട്ടികൾ ആവാലവൃദ്ധം ദൈവവചനം കേൾക്കാൻ ദാഹമുണ്ട്. നമ്മുടെ ദാഹത്തെ ദൈവം ആദരിക്കുക തന്നെ ചെയ്യും. പിന്നൊരു കാര്യം, കേൾക്കുക അല്ല, ചെയ്യുന്നവരായും കൂടി ഇരിക്കണം. കേട്ടിട്ട് ചെയ്യുന്നില്ലേ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കുന്ന സ്വഭാവം പോലെ ആയി പോകും. അമ്മേൻ അമ്മേൻ നമുക്ക് നമ്മളെ ഉറപ്പില്ലാതായി മാറും. ദൈവവചനത്തെ പാലിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഭാഗം. മടങ്ങി വരാം, ശ്രദ്ധിക്കണം. എന്തിനാണ് പരിശുദ്ധാത്മാവ് നൽകിയത്? ഒന്നാമത്തെ ഒരു ശുദ്ധീകരണമാണ്. പരിശുദ്ധാത്മാവിന്റെ പകർച്ച സംബന്ധിച്ച തെറ്റിദ്ധാരണകൾ തിരുവെടുത്തുകൊണ്ട് മാറണം. നിങ്ങൾ നോക്കണം, ഇതൊരു വലിയ സംവാദം ഒന്നും ആക്കേണ്ടതല്ല കേട്ടോ. എന്താ പറയാ, നമ്മൾ ഈ പറഞ്ഞ കാര്യം ആത്മസ്നാനം സംബന്ധിച്ച സംവാദമല്ല. തിരുവെഴുത്തുകളുടെ സത്യം അറിയാവുന്നവന് ഈ 3 വാക്യം ധാരാളം. വേണമെങ്കിൽ ഇനിയും വാക്യങ്ങൾ ഒത്തിരി പറയാനുണ്ട്, സ്വത്രം. പക്ഷെ വാദിക്കുന്നവർക്ക് വാക്യങ്ങൾ കൊണ്ട് പ്രയോജനമില്ല. വാദങ്ങളല്ല, അനുസരണ മനോഭാവമാണ്. ഒരു ആത്മസ്നാനം പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നൊമ്പരത്തോടെ പ്രാർത്ഥിക്കണം. ദൈവമേ, ആ വലിയ നിറവെന്റെ മേലെന്ന് വരണം എന്ന് ആഴമായി പ്രാർത്ഥിക്കണം. ഇവിടെ പറഞ്ഞ സത്യത്തിന്റെ ആത്മാവാണ് ഇത്. ആമേൻ. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യേശുവിന്റെ മേൽ വ്യാപരിച്ച ആത്മാവെന്ന്. യേശുവിന്റെ മേൽ വ്യാപരിച്ച ആത്മാവിനെയാണ് നമുക്ക് പരിശുദ്ധാത്മാവ് വന്നതിന്റെ ആത്യന്തിക ഉദ്ദേശം. ഒറ്റവാചക മറുപടിയിൽ ആ ഭാഗം വിടാം നമുക്ക്. സകല സത്യത്തിനും വഴി നടത്താനാണ്, നമ്മളുടെ ശുദ്ധീകരണത്തിനാണ്. പരിശുദ്ധാത്മാവിന്റെ ആഗമനം നമ്മളുടെ ആത്യന്തികമായ വിശുദ്ധീകരണമാണ്. ഹല്ലേലൂയ. ആ വിശുദ്ധീകരണത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുന്ന, അവൻ നമ്മളെ സകല സത്യത്തിലേക്ക് വഴി നടത്തും. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തും. ആത്മാവ് നമ്മളെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവിന്റെ തുണയില്ലാതെ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാൻ കഴിയുകയില്ല. കാൽവറിയിൽ അരുമനാഥൻ തന്റെ അവസാന തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന് നമുക്ക് നേടിത്തന്ന ആ പാപമോചനം എന്ന അവസ്ഥ, നമുക്ക് നൽകിയ നീതീകരണം, അത് നിലനിർത്തിക്കൊണ്ട് അതിൽ വളർച്ച പ്രാപിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട്, ദൈനംദിനം വിശുദ്ധീകരിക്കപ്പെട്ട് ക്രിസ്തു എന്ന തലയോളം വളരുമാറാക്കുന്ന, ആ ക്രിസ്തുവിന്റെ തികവിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഉത്തരവാദിത്തമാണ് പരിശുദ്ധാത്മാവിനുള്ളത്. ആത്യന്തിക ഉദ്ദേശം നമ്മളുടെ വിശുദ്ധീകരണമാണ്. ഹല്ലേലൂയ. സ്തോത്രം. എനിക്കോ നിങ്ങൾക്കോ സ്വയമായി വിശുദ്ധന്മാരാകാൻ കഴിയില്ല. കുറെ നേരമൊക്കെ കള്ളം പറയാതെ, കുറെ നേരമൊക്കെ കോപിക്കാതെ, കുറെ നേരമൊക്കെ ആമേൻ വേണമെങ്കിൽ ഒന്നും ചെയ്യാതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ്മെന്റ് അല്ല വിശുദ്ധ ജീവിതം. ആത്മാവിലുള്ള വിധേയപ്പെടലാണ് വിശുദ്ധ ജീവിതം. പരിശുദ്ധാത്മാവ് നയിക്കുന്ന വിശുദ്ധീകരണത്തിൽ നമ്മൾ അർപ്പിക്കപ്പെടുന്നവരായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്നെങ്കിൽ ആത്മാവ് പറയാ ചെയ്യരുത്, അത് തെറ്റാണ്. ഉള്ളിൽ അതിനകത്ത് നിരന്തരമായി പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തും. അരുത്, ഇതിലേ പോണം, ഇതിലേ പോകരുത്, ഇത് ചെയ്യരുത്, ഇതിലേ ചെയ്യണം. പരിശുദ്ധാത്മാവ് ഇതിനോടുള്ള ബന്ധത്തിന് അകലിച്ച വരുന്നിടത്ത് പാപം പ്രബലപ്പെടാൻ തുടങ്ങും. അതിനകത്ത് വളരെ ശക്തമായി പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ അന്യഭാഷ കളിയാക്കുന്ന മാത്രമല്ല. അന്യഭാഷ കളിയാക്കുമ്പോഴേ പ്രായമുള്ളവർ പറയും, മക്കളെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അന്യഭാഷ കളിയാക്കുന്ന മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ ആത്യന്തിക ഉദ്ദേശങ്ങൾ നമ്മിൽ നടക്കാതിരിക്കുന്ന പരിശുദ്ധാത്മാവിന് ദുഃഖമാണ്. നമ്മുടെ അശുദ്ധി, നമ്മുടെ പാപം, നമ്മുടെ സംഭാഷണം, ഈ പരിശുദ്ധാത്മാവിന്റെ ആത്യന്തിക ഉദ്ദേശങ്ങൾക്ക് വിധേയപ്പെടാതിരിക്കുന്നതൊക്കെ പരിശുദ്ധാത്മാവിന് ദുഃഖമാണ്. കാര്യം തീർക്കുന്ന നാളിൽ പരിശുദ്ധാത്മാവ് കണക്ക് നമുക്ക് വേണ്ടി ലിസ്റ്റ് അങ്ങോട്ട് നിരത്തുമ്പം അവൻ ദുഃഖിച്ച കണക്ക് പറയാനിട വരരുത്. ആത്മാവ് ദുഃഖിച്ച എണ്ണം പറയാനിട വരരുത്. പരിശുദ്ധാത്മാവ് നമ്മളെ പ്രതി നല്ല ബോധ്യം കൊടുക്കണം. ആമേൻ. കാര്യസ്ഥനാണ്, നമുക്ക് നൽകിയിരിക്കുകയാണ്, തുണയായി നൽകിയിരിക്കുകയാണ്. മുകളിൽ കൃത്യമായ കാര്യത്തെ ബോധ്യപ്പെടുത്തണം. ഞാൻ 2-ാം ഭാഗത്തേക്ക് വരാം. ആമേൻ. ഒന്നാമത്തേത് ആത്യന്തിക ഉദ്ദേശം നമ്മുടെ ശുദ്ധീകരണമാണ്, നമ്മളുടെ ശുദ്ധീകരണം. രണ്ടാമത്തേത് ശാക്തീകരണമാണ്, ശാക്തീകരണം. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നതിന്റെ ആ ശുദ്ധീകരണത്തിൽ വന്നു എന്ന് പറയുമ്പോൾ തന്നെ വന്നതിന്റെ ഒരു അടയാളം ഉണ്ടല്ലോ. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നതിന്റെ അടയാളം ഞാൻ അതും കൂടെ പറഞ്ഞ് മുമ്പോട്ട് തുടരാം. പരിശുദ്ധാത്മ നമുക്ക് ആ ശാക്തീകരണം എന്ന ഭാഗത്ത് അത് വിശദീകരിക്കാം. എനിക്ക് തോന്നുന്നു അതാണ് അല്പം കൂടെ ഉചിതം. ആമേൻ. ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലാണ് ശാക്തീകരണം സംബന്ധിച്ച് നമുക്കൊരു ചെറു സൂചനയായിട്ട് ഇതിന് വായിക്കാം.
അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവിൽ അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. സ്വതന്ത്രം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഭാഗമാണ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ്, വാഗ്ദത്തൻ പരിശുദ്ധാത്മാവ് ആമേൻ വെളിപ്പെടുന്ന നിമിഷം. നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരണം സംബന്ധിച്ച് കുറേയേറെ ഭാഗങ്ങളും ഓർമ്മപ്പെടുത്തണം. അതിന്റെ അടുത്ത അധ്യായത്തിൽ നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്ത് നമുക്ക് ആ ഭാഗങ്ങളെ ഉച്ചരിക്കാനുള്ള, അവിടെ പഠിപ്പിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഭാഗത്തെ അവിടെ വിട്ടത്. ആമേൻ എങ്ങും തൊടാതെ വിട്ടതല്ല. ഇപ്പൊ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഭാഗം തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 2-ാം ഭാഗത്ത് നമുക്ക് കൃത്യമായി ആമേൻ നാളെ അല്പം സമയമുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തിനെ വിശദീകരിക്കാം. സ്തോത്രം. നമുക്ക് മുമ്പോട്ട് കടന്നു വരാം. അപ്പോൾ ഇവിടെ 2-ാമത്തെ ശാക്തീകരണമാണ്. ശാക്തീകരണം അതിനകത്ത് പല കാര്യം, നമുക്ക് അന്യഭാഷയുണ്ട്, കൃപാവരങ്ങളുണ്ട്, വിവിധ വീര്യപ്രവൃത്തികളുണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവിലുള്ള ശാക്തീകരണം, ശുദ്ധീകരണത്തിന്റെ വഴിയിൽ ക്രമപ്പെടുന്ന ഒരുവനാണ് ശാക്തീകരണത്തിൽ ആമേൻ ബലം പ്രാപിക്കുന്നത്. ഇവിടെ 2 വിധ ശാക്തീകരണമുണ്ട്. 2 വിധ ശാക്തീകരണം. ഒന്ന് വ്യക്തിപരമായ ആത്മവളർച്ച, 2 സഭയുടെ ആത്മവളർച്ച. വ്യക്തിപരമായ ആത്മവളർച്ച നിൽക്കുന്നു, സഭയുടെ ആത്മവളർച്ച നിൽക്കുന്നു. അതിൽ നമുക്ക് വ്യക്തിപരമായ ആത്മവളർച്ചയിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടാം. വ്യക്തിപരമായ ഇവിടെ നിങ്ങൾ നോക്കണം, വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവ് അവരിലേക്ക് വരുന്നു. അവർ ഒന്നിച്ചു കൂടിയിരുന്ന സ്ഥലം മുഴുവനും അമ്മേൻ കുലുങ്ങുന്നു. പിളർന്നിരിക്കുന്ന നാവുകൾ പോലെ പരിശുദ്ധാത്മാവരുടെ മേൽ വെളിപ്പെടുന്നു. എല്ലാവർക്കും അവരവർക്ക് ഉച്ചരിപ്പാൻ ലഭിച്ചതുപോലെ അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങുന്നു. ശോധനം. ഞാനിവിടെ വ്യക്തിപരമായ ആത്മവളർച്ച എന്ന വിഷയത്തിലേക്ക് ഒന്ന് വഴിതിരിയുമ്പോൾ തന്നെ സമയം അമ്മേൻ ഇവിടെ തീരുന്നു. എങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് വന്നതിന്റെ ആത്യന്തിക ഉദ്ദേശം നമ്മുടെ ശുദ്ധീകരണമാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നതിന്റെ അടയാളം അത് അന്യഭാഷ ഭാഷണമാണ്. അന്യഭാഷ സംബന്ധിച്ച തെറ്റിദ്ധാരണകളും അന്യഭാഷ സംബന്ധിച്ച തെറ്റായ പഠിപ്പിക്കലുകളും ഒക്കെ സഭയെ കവർന്നുകൊണ്ടിരിക്കുമ്പോൾ വചനത്തിന് ചില ഭാഗങ്ങൾ അമ്മേൻ ഒന്ന് സൂചനയായി തന്ന് മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നോക്കണം, പരിശുദ്ധാത്മാവിന്റെ ആഗമനം സംബന്ധിച്ച് തിരുവെഴുത്തിൽ എവിടെയെല്ലാം പരാമർശിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അന്യഭാഷയെ കുറിച്ച് വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവർ അന്യഭാഷ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന ഭാഷ അത് അന്യഭാഷ അങ്ങനെ പൊതുസഭയെ പറയേണ്ടതില്ല, എല്ലാരും കൂടുമ്പോൾ പറയേണ്ടതില്ല. അമ്മേൻ നമ്മൾ പലപ്പോഴും അത് 1 കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായത്തെ ആസ്പദീകരിച്ചുകൊണ്ടാണ് ആ ഭാഗത്തെ വാദിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. എന്താണ് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ ആത്യന്തിക ഉദ്ദേശം എന്താണെന്നും, എന്നാൽ പരിശുദ്ധാത്മാവ് എവിടെയെല്ലാം വന്നിട്ടുണ്ടോ അവിടെയെല്ലാം അന്യഭാഷ പറഞ്ഞ തെളിവുകൾ പറഞ്ഞു മുമ്പോട്ട് വരാം. കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതിന് കാരണം പിന്നാലെ ഓർമ്മപ്പെടുത്താം. നിങ്ങൾ നോക്കണം, ഒരു 4 ഉദാഹരണം പറയാം. കുറേയേറെ ഉണ്ടെങ്കിലും 4 വാക്യങ്ങൾ പറയാം. ബാക്കി നമുക്ക് നാളെ തുടരാം എന്ന് കരുതുന്ന കാരണം യോഗത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന ക്ലോക്ക് സമയത്തിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കണം. അമ്മേൻ, സമയം കടന്നു പോകുന്നല്ലോ. 1-2 കാര്യങ്ങൾ എവിടെയെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ടോ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ജനത്തിന്റെ മേൽ വന്നുവോ അവിടെയെല്ലാം അന്യഭാഷ ഭാഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്. 1 പെന്തക്കോസ്ത് നാളിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് 2-4 പെന്തക്കോസ്ത് ദിനത്തിൽ 2 കൊർന്നല്യോസിന്റെ വീട്ടിൽ അപ്പോസ്തലപ്രവൃത്തി 10-44-46 അപ്പോസ്തലപ്രവൃത്തി 10-44-46 ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ. മതി. അവിടെ പരിശുദ്ധാത്മാവ് വന്നതിന്റെ അടയാളമായി അന്യഭാഷയിൽ എന്ത് ചെയ്തു? അവർ സംസാരിച്ചു. ഇനി കൈസര്യയിൽ അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 15, 16, 17 കൈസര്യയിൽ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേലെന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്കോർത്തു. ആകയാൽ കർത്താവ് യേശു പറഞ്ഞു. ഓക്കെ, ഇവിടെ പറഞ്ഞ ഭാഗം ആദിയിൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ ഇവിടെ 11, 15, 16 പറയുന്നത് 2-ാം അധ്യായത്തെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. നമ്മൾ എങ്ങനെ അഭിഷേകം പ്രാപിച്ചോ അതുപോലെ ഇവരിലും അഭിഷേകം വന്നു എന്നാ പറഞ്ഞേ.
നമ്മൾ എങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ അങ്ങനെ തന്നെയാണ് ഇവരിലും പരിശുദ്ധാത്മാവ് വന്നത്. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച് സഹായിക്കണം. ആദിയിൽ നമ്മൾക്ക് പ്രാപിച്ചതുപോലെ തന്നെയാണ് ഇവരിലും വന്നത് എന്ന് വെച്ചാൽ അവരും അന്യഭാഷയിൽ പറഞ്ഞു എന്ന് സാരം. ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ അപ്പോൾ നമുക്ക് തന്നതുപോലെ തന്നെയാണ് അവർ കൊടുത്തത്. സ്വതന്ത്രം. അതായത് ഇത് അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ സംഭവിച്ചതാണ്. ഇത് പിന്നീട് സഭയ്ക്ക് ആവശ്യമില്ല എന്ന് വാദിക്കാൻ കഴിയില്ല. അന്ന് തന്നതുപോലെ തന്നെ ഇവിടെ കൈസരിയിൽ പത്രോസ് പറയുന്നു, അന്നത്തെ പോലെ തന്നെ എന്ത് ചെയ്തു ഇവിടെയും തന്നിരിക്കുന്നു എന്ന് വെച്ചാൽ പെന്തക്കോസ് നാളിൽ മാളിക മുറിയിൽ എന്ത് സംഭവിച്ചോ അതേ പകർച്ച ഇവരും അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി, ഇവരും കൃപാവരങ്ങൾ ജ്വലിപ്പിച്ചു തുടങ്ങി, ഇവരിലേക്കും ആത്മപകർച്ച സംഭവിച്ചു തുടങ്ങി. ഹല്ലേലൂയ. 4-ാമത്തേത് അപ്പോസ്തലർ 19-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 19-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ എത്തിച്ചിട്ട് ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്നവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഇവിടുത്തെ പ്രത്യേകത എഫെസോസിൽ പൗലോസ് അപ്പോസ്തലൻ എത്തുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിൽ എത്തുന്നു. അവിടെ ശിഷ്യന്മാരെ കണ്ടു. അവിടെ കൂടിവരവുണ്ട്. ശിഷ്യന്മാരെ കണ്ടു. അവരും പാട്ട് പാടുന്നു, അവരും സഭയാണ്, അവരും പാട്ട് പാടുന്നു, അവരുടെ ഇടയിലും പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉണ്ട്, സംഗതി എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇന്ന് ഈ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ലെന്നാ പറയുന്നത്. വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞ ശിഷ്യന്മാരാണ്, കൂടെ വന്നു തുടങ്ങിയവരാണ്, പാട്ടും പ്രാർത്ഥനയും പ്രസംഗമൊക്കെ ഉള്ളവരാണ്. അവര് പറയാ, ഞങ്ങൾ അങ്ങനെ ഒരു സാധനം കേട്ടിട്ട് പോലും ഇല്ല. നമ്മുടെ ചില യോഗങ്ങളിലൊക്കെ വന്നിരിക്കുമ്പോൾ ചിലരുടെ ഇരിപ്പ് കാണുമ്പോൾ ഇതേ മനോഭാവമാണ്. ഇങ്ങനൊരു സാധനം കേട്ടിട്ട് പോലും ഇല്ല. ഇത് പുതിയ ആൾക്കാർക്കുള്ളതാണ്, ഇത് പഴയ ആൾക്കാർക്കുള്ളതാണ്. ഞങ്ങൾക്ക് നമ്മൾ ഈ വിരൽ കൊണ്ട് ഇങ്ങനെ താളമൊക്കെ അടിച്ച് സ്വത്രം യോഗത്തിലിരുന്ന് അമ്പയർ കളിച്ചിട്ട് പോകും. ദൈവമക്കളെ യോഗ സ്ഥലത്ത് വന്നിരുന്ന് വിരൽ കറക്കിയും അമ്പയർ കളിച്ചും അവിടെ ഇരുന്ന് ലീഡർ കളിക്കാനില്ല. അഭിഷേകം എല്ലാവരും പ്രാപിക്കണം. അത് മെലിഞ്ഞവരും പ്രാപിക്കണം, എണ്ണം ഉള്ളവനും പ്രാപിക്കണം, ദരിദ്രനും പ്രാപിക്കണം, ധനികനും പ്രാപിക്കണം. ഏത് വ്യക്തിയാണെങ്കിലും നിങ്ങൾ അകത്തുണ്ടോ അഭിഷേകം പ്രാപിച്ചിരിക്കണം. ഞങ്ങളിത് കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോഴേ ചോദിച്ചു, അപ്പം നിന്റെ സ്നാനം ഏതായിരുന്നു? അതിന്റെ അർത്ഥം എന്താ? അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിച്ചിട്ട് സ്നാനം ഏതായിരുന്നു ചോദിച്ചതിന്റെ അർത്ഥം എന്താ? കുറഞ്ഞ പക്ഷം സ്നാനപ്പെടുമ്പോഴെങ്കിലും ഇത് കേൾക്കേണ്ടതാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് സ്നാനപ്പെടുമ്പോഴെങ്കിലും കേൾക്കേണ്ടതാണ്. ഒരു ബന്ധവും ഇല്ലാതിരിക്കുമ്പോൾ അവരുടെ മേൽ അവര് തിരുവഴുത്തുകളെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് യഥാർത്ഥ മാനസാന്തരം വരുമ്പോൾ അവരുടെ മേൽ കൈവെക്കുമ്പോൾ പരിശുദ്ധാത്മ വന്നിട്ടുണ്ട് കേട്ടോ, ഓക്കെ എന്ന് പറഞ്ഞ് ടിക്കറ്റ് വിടുകയല്ല, ആത്മാവ് അവരുടെ മേൽ ചലിച്ചു തുടങ്ങി. അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. സഹോദരം, ഇത് കൂട്ടായ്മയിൽ ഉണ്ടാകണം. ഇത് വ്യക്തിപരമായിട്ടാണ്, പക്ഷേ അവർ കൂട്ടായ്മകളിലാണ്. ഇത് അവർ വന്ന കൂടിവരവുകളിലാണ് അവർ ഇത് പ്രാപിച്ചതും പറഞ്ഞതും ഒക്കെ. നമുക്കിതിന് വിശാലമായ കാര്യങ്ങൾ തുടർന്നും ചിന്തിക്കേണ്ടതുണ്ട്. ദൈവമക്കളെ, അഭിഷേകത്തിൽ നിന്ന് ഒരാൾ പോലും ഒഴിഞ്ഞിരിക്കാൻ കഴിയില്ല. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും അന്യഭാഷ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെക്കാളല്ല അധികം ഞാൻ അന്യഭാഷ പറയുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. അന്യഭാഷാ ഭാഷണം സഭയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരമാണ്, അടയാളമാണ്. അടയാളം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കൊരിന്ത്യ ലേഖനത്തിൽ അടയാളമാ, ജാതികളുടെ അടയാളം എന്ന് മാത്രമാണ് പറഞ്ഞു വിടുന്നത്. 2 അടയാളമാണ്. ഒന്ന് ഇത് പ്രത്യക്ഷ അടയാളം, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നതിന്റെ പ്രത്യക്ഷ അടയാളമാണ് അന്യഭാഷ. ജാതികൾക്കുള്ള അടയാളം എന്താണെന്ന് നമുക്ക് നാളെ തിരുവെഴുത്തുകളെ നമുക്ക് ധ്യാനിക്കാം. അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നേരെ പ്രാപിക്കുക. രക്ഷിക്കപ്പെട്ടിട്ട് 18 വർഷമായിട്ടും അല്ലെങ്കിൽ 20 വർഷമായിട്ടും നാവിൽ അന്യഭാഷ ഭാഷണം ലഭിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മാനസാന്തരം, നമ്മുടെ വീണ്ടെടുപ്പ് ഒന്നുകൂടെ പുനർപരിശോധിച്ച് മടങ്ങി വരവ് ദൈവസന്നിധിയിൽ വേണം. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഒന്നൊരു മടങ്ങി വരവിനെ ഏൽപ്പിക്കുന്ന എത്ര പേരുണ്ട്?
ഒരു ആത്മനിറവിന്. ഞാൻ ഇന്ന് രാത്രി ഒരു വലിയ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. ദൈവമക്കളെ, കുഞ്ഞുകുട്ടിയാ ബാലവൃദ്ധം ദൈവത്തിന്റെ നിറവ് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന് കൊതിയുണ്ട്. ചില കൃപാവരങ്ങൾ സഭയിൽ മടക്കി നൽകാൻ ദൈവത്തിന് കൊതിയുണ്ട്. ആമേൻ. ചില അധികാരത്തിന്റെ വചനങ്ങളെ, അധികാരത്തിന്റെ നാവുകളെ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് തന്നെ ജനത്തിന് മേൽ നൽകാൻ കൊതിക്കുന്നുണ്ട്. സ്തോത്രം. ഇന്നത്തെ കൂട്ടായ്മകളും കൂടി വരവുകളും ഒക്കെ മോട്ടിവേഷൻ പ്രസംഗങ്ങളും മൂപ്പിക്കുന്ന പ്രസംഗങ്ങളും രണ്ട് അപകടകരമായ മേഖലയുണ്ട്. രണ്ട് അപകടകരമായ മേഖല ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ അധികം ഫേസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഇന്നത്തെ വീഡിയോ വർഷിപ്പുകൾ ഇമിറ്റേറ്റ് ചെയ്യുക. വീഡിയോ വർഷിപ്പുകൾ എന്താ? ആത്മനിറവിന്റെ ആരാധനയൊന്നുമില്ല. ഒരു പാട്ട് വീഡിയോ ചെയ്യുന്നത് അതിന്റെ ഒരു വിഷ്വൽ ഭംഗിക്ക് വേണ്ടിയാണ്, അല്ലേ? അമ്മേ, അവർ കൂടി വരുന്നു, ഗിറ്റാർ വായിക്കുന്നു, ഈ വലിയൊരു ഡാർക്ക് ആയിട്ടുള്ള സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റുഡിയോ ഒന്ന് അവിടെ നിന്ന് ഗിറ്റാർ വായിച്ച് അവർ പാടുന്നത്. വാസ്തവത്തിൽ അവരാ ചെയ്യുന്നത് എന്താണ്? ഒരു വിഷ്വലിന്റെ ഭംഗിക്ക് വേണ്ടിയാണ്, കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. അതിനകത്തൊരു ബിസിനസ് ഉണ്ട്. പക്ഷേ അത് ആരാധനയല്ല. ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിലേക്ക് പ്രത്യേകത, ഇവർ ഇതിനെ അങ്ങനെ തന്നെ അഡോപ്റ്റ് ചെയ്ത് അതാണ് ആരാധന എന്ന് പറഞ്ഞ് ആമേൻ ആത്മനിറവിലുള്ള അന്യഭാഷ പറഞ്ഞുള്ള ആരാധനയൊക്കെ അന്യപ്പെടുകയും വീഡിയോ ഇമിറ്റേറ്റ് ചെയ്ത് അവരങ്ങനെ ഇവരിങ്ങനെ, അമേരിക്കയിൽ അങ്ങനെ, ലണ്ടനിൽ ഇങ്ങനെ, ഹിൽസോങ് അങ്ങനെ, ഡോൺമോൻ അങ്ങനെ, ഇവരങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് അവനിങ്ങനെ എന്താ പറയാ ഒരു വികാരഭരിതരായി കേവലം അഭിനയം മാത്രം നിൽക്കുകയും ആരാധിച്ച് ബലപ്പെട്ട അന്യഭാഷകൾ പറഞ്ഞ് കൃപാവരങ്ങൾ ജ്വലിച്ച് ശക്തിപ്പെട്ട ആരാധനകളൊക്കെ അന്യപ്പെടുകയും ഇവിടെ ജഡം വാണോണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി യവനേസർ ദൈവസഭയോട് പരിശുദ്ധാത്മാവ്, നിങ്ങൾ വീടുകളിലാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ അതരങ്ങൾ തുറക്ക്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മക്കളുമാരെല്ലാവരും അതരങ്ങളും തുറന്നേ. യേശു അപ്പം നിങ്ങൾ എത്ര വലിയ ജ്ഞാനം ഉണ്ടെങ്കിലും, കുഞ്ഞുങ്ങളെ എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, എത്ര വലിയ പണ്ഡിതരാണെന്ന് പറഞ്ഞാലും അഭിഷേകം പ്രാപിക്കുന്നില്ലെങ്കിൽ മക്കളെ നിങ്ങൾക്കൊന്നും ദൈവത്താൽ പ്രയോജനപ്പെടാൻ കഴിയില്ല. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുക, യേശു എന്നെ ഒന്ന് നിറയ്ക്കണമേ, ആ അഭിഷേകം എന്റെ മേൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീടുകൾ ആലയങ്ങളായി മാറട്ടെ ഇന്ന് രാത്രി. എല്ലാവരും വായികൾ തുറന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും വായികൾ തുറന്ന് പ്രാർത്ഥിക്കാം. കാഴ്ചക്കാരില്ല, ഒരു ചാനലിൽ പ്രസംഗം കാണുന്നവരിക്കാതെ ആ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം എന്റെ മേലൊന്ന് തരണമേ എന്ന് വായ തുറന്ന് പ്രാർത്ഥിക്കുക. അന്യഭാഷകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിവെക്ക്. ആമേൻ. ചിലത് പറയാത്ത ഈ അധികം ന്യായീകരണം നടത്തുന്നതിന്റെ കാരണം പറയാനുള്ള പ്രാഗൽഭ്യം ഇല്ലാത്തോണ്ടാ. അത് പ്രാപിക്കുന്നില്ല എന്നുള്ളത് അകത്ത് വരാത്തതിന്റെ കാരണം കുറവുകൾ ഉള്ളത് കൊണ്ടാണ്. അത് ഏറ്റു പറഞ്ഞൊരു കൃത്യമായ ശുദ്ധീകരണത്തിലേക്ക് വന്നാൽ നമ്മളെ നിറയ്ക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. ഉടയാനാർ ശബ്ദനാഥരാധിയ ന്യായീകരണങ്ങളെല്ലാം മാറ്റിവെച്ച് എല്ലാ കണ്ണുകളോ നടച്ചേ. കരമടിക്കേണ്ടവർക്ക് കരമടിക്കാം, പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. മാതാപിതാക്കളൊക്കെ അരികിലുണ്ടെങ്കിൽ ആമേൻ അഭിഷേകം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അഭിഷേകന്മാർ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉടരമന ഘടക ശബ്ദനാഥര ഈ പ്രാർത്ഥന ഇന്ന് രാത്രി നിങ്ങളെ നിറയ്ക്കുന്നതാകട്ടെ. ന്യായീകരണങ്ങൾ, വാദങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് നമ്മളെ ചതിക്കുന്ന ആത്മീയതയല്ലാത്ത വാദങ്ങളും വാദഗതികളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അടിച്ചേൽപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ പരമാധികാരത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി സഭ മടങ്ങി വരട്ടെ. ഉണ്ടമനഘടക ശബ്ദരാധനാധികാരവ ഒരു ആത്മപകർച്ചയിലേക്ക് മടങ്ങി വരട്ടെ. കൃപാവരങ്ങളുടെ ജ്വലനത്തിലേക്ക് മടങ്ങി വരട്ടെ. വെറും പ്രകസനങ്ങൾക്കപ്പുറത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ആലയത്തിൽ ക്രിയ നടത്തട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ക്രിയ നടത്തട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നമ്മൾ നിറയ്ക്കുന്ന ഒരു ദൈവിക ഇടപെടൽ ഇന്ന് രാത്രിയിൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അഭിഷേകത്തോടും അധികാരത്തോടും വചനത്തോടും നമുക്ക് നീതി പുലർത്താം. മത്സരികളായി മാറാതെ നമുക്ക് വിധേയപ്പെടാം. വ്യക്തിപരമായി എവിടെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെല്ലാം അന്യഭാഷ പരാമർശിച്ചിട്ടുണ്ട്. അന്യഭാഷ ആമേൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ ആ ശക്തിയുടെ, പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷ അടയാളമാണ്. അത് വെളിപ്പെട്ടു വരണം. ഹല്ലേലൂയ. അത് നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ ദൈവം ഏൽപ്പിച്ചതാണ്. സമർപ്പിക്കാൻ എല്ലാ കണ്ണുകളും അടച്ചേ, എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി പിടിച്ചേ. ഒരാത്മനിറവിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥി. ഇന്ന് രാത്രി ഈ പ്രാർത്ഥന നിങ്ങൾ പര്യവസാനിക്കുമ്പോൾ നിങ്ങൾ തനിയെ സമയം വേറിട്ടിരുന്ന് ദൈവമേ നിങ്ങളുടെ ശക്തി എന്നിരുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓ ഹല്ലേലൂയ. കൃപാക്കടലേ നിന്റെ തീരത്തു ഞാൻ അനേകമാളാകാംക്ഷയോടെ നിന്നേ. കൃപാക്കടലേ നിന്റെ തീരത്തു ഞാൻ
അനേകനാളാകാംക്ഷയോടെ നിന്ന് മടങ്ങുകില് നീ വിടും നീ ഞാൻ മടങ്ങുകില് നീ വിടും നീ ഞാൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുകാതിരുന്ന പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുകാതിരുന്ന എൻ പാപം അനേകം കറങ്ങാധികം ഞാൻ വീഴ്ത്തിയിടും കണ്ണീർ കൈപ്പേറിയതാ എൻ പാപം അനേകം കറങ്ങാധികം ഞാൻ വീഴ്ത്തിയിടും കണ്ണീർ കൈപ്പേറിയതാ വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ പ്രവാഹമൻ ചേർന്ന് പാടും നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കാം. ഒരു ആത്മപ്രവാഹത്തിനായി നമുക്കൊരുങ്ങാം, ഉണരാം. ആത്മനിറവിന്റെ ആത്മശക്തിയുടെ അളവറ്റ വ്യാപാരത്തിനായി നമുക്ക് വിധേയപ്പെടാമെന്ന ആഹ്വാനത്തോടെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.